തിരുവനന്തപുരത്ത് ചെമ്പഴന്തിയിൽ 5ാം ക്ലാസ്സുകാരനെ അമ്മയും സുഹൃത്തും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. ചൂരൽ കൊണ്ട് കുട്ടിയുടെ 2 കാലും കൈയും അടിച്ചു പൊട്ടിച്ചു. അടികൊണ്ട് നിലത്ത് വീണ കുട്ടിയെ അമ്മ അനുവും സുഹൃത്ത് പ്രണവും കഴുത്തിൽ കുത്തിപ്പിടിച്ചു വീണ്ടും മർദ്ദിച്ചു. നേരത്തെയും സമാനമായ രീതിയിൽ ഉപദ്രവിച്ചെന്ന് കുട്ടി പറഞ്ഞു. കുട്ടി തിരുവനന്തപുരം SAT ആശുപത്രിയിൽ ചികിത്സയിലാണ്. സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങൾ നൽകും. സനിസ, കേരളം ഒന്നാകെ മിഥുന്റെ വേർപാടിൽ വിങ്ങുകയാണ്. അതിനിടെയാണ് ഒരു കുഞ്ഞിന് അതിക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഈ മർദ്ദനത്തിന്റെ വാർത്ത പുറം ലോകം അറിഞ്ഞത്? ദിവ്യ, ഒരു 5ാം ക്ലാസ്സുകാരനാണ് ഇത്തരത്തിൽ അമ്മയുടെയും സുഹൃത്തിന്റെയും നേരിൽ ക്രൂരമായ മർദ്ദനം ഉണ്ടായിരിക്കുന്നത്. ചെമ്പഴന്തി ആനന്ദദേശത്തെയാണ് കുട്ടിക്കാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. പോത്തൻകോട് സെന്റ് തോമസ് സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥി സനുഷിനെയാണ് അമ്മയും സുഹൃത്തും ക്രൂരമായി മർദ്ദിച്ചത്. ചൂരൽ കൊണ്ട് കുട്ടിയുടെ 2 കാലും കൈയും അടിച്ചു പൊട്ടിക്കുകയായിരുന്നു. അടികൊണ്ട് നിലത്ത് വീണിട്ടും കഴുത്തിൽ കുത്തിപ്പിടിച്ച് വീണ്ടും മർദ്ദിച്ചു. വളരെ ക്രൂരമായ രീതിയിലുള്ള മർദ്ദനത്തിന്റെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ കുട്ടിയെ ഇത്തരത്തിൽ മർദ്ദിക്കാൻ കാരണമായിട്ട് അമ്മ നൽകിയ മൊഴി എന്താണെന്ന് വെച്ചാൽ, ട്യൂഷന് പോകാത്തതും അതുപോലെ തന്നെ തന്റെ ആൺസുഹൃത്തിനെ ഇഷ്ടമില്ലെന്ന് പറഞ്ഞതുമാണ് അമ്മയെ ഇത്തരത്തിൽ ചൊടിപ്പിച്ചത്. വലിയ രീതിയിലുള്ള മർദ്ദനമാണ് അമ്മയിൽ നിന്നും കുട്ടി നേരിട്ടത്. നേരത്തെയും സമാനമായ രീതിയിൽ തന്നെ ഉപദ്രവിച്ചതായി കുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. സ്കൂളിൽ പോയിട്ട് പേടിച്ച് കുട്ടി തന്റെ അച്ഛനെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് കുട്ടി മർദ്ദനത്തിന്റെ വിവരങ്ങൾ അച്ഛനുമായി പങ്കുവച്ചത്. കുട്ടിയുടെ മാതാവ് അനു, സുഹൃത്ത് പ്രണവ് എന്നിവർക്കെതിരെയാണ് കഴക്കൂട്ടം പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. കുട്ടി ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരം SAT ആശുപത്രിയിൽ ചികിത്സയിലാണ്. ദിവ്യ. യെസ്, സനിസ ശോഭാചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം ചെമ്പഴന്തിയിലാണ് 5ാം ക്ലാസ്സുകാരനെ അമ്മയും അമ്മയുടെ സുഹൃത്തും ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ചത്. മറ്റു വാർത്ത